ചാവ് വെൽക്കം ടു ഇറ്റലി ബൈ മല്ലൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ലവ് സ്റ്റോറിയുടെ ബാക്കി പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പൊക്കിയെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ എങ്ങനെയാണ് പൊക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ നെയ്ബർ എൻ്റെ കസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത്. അയാൾ എബിയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അയാൾ പോയി പറഞ്ഞു കൊടുത്തു. ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ എപ്പോൾ സ്കൂളിൽ പോയാലും ടെൻഷനാണ്. എബീനെ വിളിച്ചിട്ട് നമ്പർ ഡിലീറ്റ് ചെയ്തോ, എബീനെ അറിയാതെ എങ്ങാനും തിരിച്ച് വിളിച്ച് സംസാരിച്ച് പ്രശ്നമായോ എന്നാണ് സ്കൂളിൽ ഇരുന്നിട്ട് ഫുൾ ടെൻഷൻ ഇതാണ്. അപ്പോൾ ഒരു ദിവസം തിരിച്ച് വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ബലം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ചോദിച്ച്, എബീനെ അറിയാവോ? പറഞ്ഞു, ഏത് എബി? ഇവിടെ 2 എബി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു എബിയും കൂടെ ഉണ്ട്. ഏത് എബി? ഫുട്ബോളൊക്കെ കളിക്കുന്ന പയ്യന. ഞാൻ പറഞ്ഞ, ഓ അറിയാം, ബാക്കി കാര്യങ്ങൾ അരുൺ വന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അരുണാണ് എൻ്റെ കസിൻ്റെ പേര്, അരുൺ. അവർ വന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അയ്യോ ഫുള്ള് ബ്ലാങ്കായി. അപ്പോഴേക്കും അവരെല്ലാവരും, എൻ്റെ കസിൻ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് വന്ന് ഇങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഞാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഈ പുള്ളിക്കാരനെ സ്പീക്കറിൽ ഫോൺ ചെയ്ത് സ്പീക്കറിലിട്ട് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്, ആ ചേട്ടാ കൺഫേം തന്നെ, ആ ചേട്ടാ പറഞ്ഞത്, ആ ചേട്ടാ കൺഫേം തന്നെ, അപ്പം തന്നെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ. എന്നിട്ട് എന്നെ കുറേ എടുത്തിട്ടൊക്കെ അടിച്ച്, പഠിക്കേണ്ട പ്രായത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ എടുത്തിട്ട് അടിച്ച് അടിച്ച് പൂസാക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി മേലെ അവനായിട്ടൊരു ബന്ധവും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം പഠിക്കാം, പക്ഷേ കെട്ടുന്നെങ്കിൽ എബീനെ കെട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. പഠിക്കാം, പക്ഷേ കെട്ടുന്നെങ്കിൽ ഞാൻ എബീനെ കെട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ചു കേട്ടോ. എന്നിട്ട് ഇവരെന്ത്, കസിൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളൊക്കെയാണ്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോയി. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്നെ അങ്ങോട്ടോട്ട് കൊണ്ടുപോയി. ഇനി പഠിക്കേണ്ട, നിൻ്റെ എല്ലാം എടുത്ത് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അപ്പോഴേ അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും എബീനെ കോൺടാക്ട് ചെയ്താൽ മതി. അതിനിടയ്ക്ക് എബീനെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എബീനെ പോയി കണ്ട്, മേലാൽ അവളുടെ പറയുക നടക്കരുത്, ഇതോടെ എല്ലാം വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചേട്ടന്മാർ പോയി വരട്ടിയിരിക്കുന്നു എബീനെ. പിന്നെ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എബീനെ കോൺടാക്ട് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാവരുടെയും കണ്ണ് തെറ്റിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മമ്മിയുടെ ഫോൺ എടുത്ത് പുറത്ത് ബാത്റൂമിൽ പോയി വിളിക്കാൻ നോക്കി. അപ്പോഴേക്കും എബി കോൾ എടുത്തില്ല. പക്ഷെ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും എൻ്റെ ചേട്ടനും മമ്മിയും നിൽക്കുന്നത്. എവിടെയാണ് ഈ ഫോൺ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഫോൺ ഞാൻ ഇവിടെ ഇടുപ്പിൻ്റെ അവിടെയാണ് വെച്ചിരുന്നത്. ഫോണ് കണ്ട് എൻ്റെ ചേട്ടൻ അടി. അയ്യോ, ഞാൻ അങ്ങനെ തലയിറങ്ങിയൊക്കെ വീണു. പിന്നെ ചേട്ടൻ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരാഴ്ച എന്നെ അവിടെ തന്നെ നിർത്തിയിരുന്നു, സ്കൂളിലൊന്നും വിടാതെ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് സ്കൂളിൽ വിട്ട് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ ഒരാഴ്ച കാണാതിരുന്നിട്ട്, അതും 9ാം ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിനും അതിൻ്റേതായിട്ടുള്ള ഒരു തിക്നെസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്കൂളിൽ വിട്ട് എല്ലാവരെയും കണ്ട് സന്തോഷമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു, എബീനെ വിളിക്കണം, എബീൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, ഞാൻ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു ദിവസം എബി എനിക്ക് ഒരു സീക്രട്ട് ഫോൺ തന്ന്, ചെറിയ കീപ്പടുത്തുള്ള ഒരു ഫോൺ തന്ന്. പിന്നെ അതുവഴിയായിരുന്നു കോളിങ്ങൊക്കെ. അതുവഴി അപ്പോൾ എബി റീചാർജ് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു. പിന്നെ രാത്രി ആരും കാണാതെയൊക്കെ കട്ടിലിൻ്റെ ഇടയിൽ, തലകണിയുടെ ഇടയിലൊക്കെ വച്ച് ഫോണിൽ സംസാരിക്കും. അത് രാത്രി 10 മണി തൊട്ട് 3 മണി വരെയൊക്കെ കോളിൽ സംസാരിക്കുമായിരുന്നു അന്നൊക്കെ. അപ്പം ഇതൊക്കെ ഇപ്പം എൻ്റെ വീട്ടുകാരെ കേൾക്കുമ്പോൾ കോമഡി ആയിരിക്കും. എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ അപ്പോൾ 9ാം ക്ലാസ് കഴിയാറായി ലാസ്റ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എബിനെ കാണാറൊക്കെ ഉണ്ട്. എബി ട്യൂഷന് പോകുമ്പോൾ അവിടെ വരും. അങ്ങനെയൊക്കെ കാണാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ പുറത്തോട്ട് വിടത്തേ ഇല്ലായിരുന്നു. ഒരു കാര്യത്തിന് എന്നെ പുറത്തോട്ട് വിടത്തില്ലായിരുന്നു. ഫ്രണ്ട്സ് വന്നെന്ന് പറഞ്ഞാൽ, ആര് വന്നെന്ന് പറഞ്ഞാൽ എന്നെ പുറത്ത് വിടത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒക്കെ അങ്ങനെ പോയി. പിന്നെ 10ാം ക്ലാസ് ആയപ്പോൾ എന്നെ സ്കൂൾ മാറ്റി എന്നെ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിർത്തി. അതായത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് നിർത്തി. അപ്പം അവിടെ വെച്ചും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഫോണൊക്കെ കിട്ടുമ്പോൾ, അതും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലോട്ട് വേറൊരു സ്കൂളിലാക്കി. അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എബീനെ ഞാൻ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സ്കൂള് മാറുമ്പോൾ ഉള്ള ആ ഒരു വിഷമം, അതൊരു വല്ലാത്ത സങ്കടം തന്നെയായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലോട്ട് സ്കൂൾ മാറ്റി. പിന്നെ പതുക്കെ അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട്
പതുക്കെ എല്ലാം ഓക്കെ ആയിട്ട് വന്ന്. എബീനെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴെന്തോ എൻ്റെ കയ്യിലെന്തോ ഫോണ് ഞാൻ കൊണ്ടുപോയില്ലായിരുന്നോ, തിരിച്ചു കൊടുക്കുക എന്തോ ചെയ്തായിരുന്നു കേട്ടാ. അങ്ങനെ എന്തോ. അപ്പോൾ അന്നേരം എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു അങ്ങോട്ടോട്ട് പോയപ്പോഴും. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സംസാരിക്കുമായിരുന്നു. ഒരു 10ാം ക്ലാസ് പകുതി വരെയും ഞങ്ങൾ നല്ലൊരു ഒക്ടോബർ വരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വിളിക്കും. അപ്പോൾ എബി എന്നെ അങ്ങോട്ടോട്ട് കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. അത് കഴിഞ്ഞ് പെട്ടെന്ന് എബി എൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എബീനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. ആ നാട്ടിലുള്ള 2 പിള്ളേർ എബിയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോഴും ആ കുട്ടികൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് എബിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച്. അപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ലെറ്റർ എഴുതി ഇങ്ങനെ കൊടുക്കുക, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ അടുത്ത് വെച്ച് കൊടുത്തു വിടുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എബിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചാ എല്ലാം കഴിഞ്ഞു, ഇതോടെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എബി എന്നെ തേച്ചിട്ട് പോയി എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ കൂടെയാണ്, എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല. എനിക്ക് എബി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എബിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല. പിന്നെ ഈ കുട്ടികളും ഒരുമാതിരിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇവരുടെ അടുത്ത് പറയുന്നത് എബിയുടെ അടുത്ത് പറയാൻ എന്നെ വിളിക്കുക, എബി ഇല്ലാതെ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എബി അങ്ങനെ ആയതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതിനിടയ്ക്ക് എനിക്ക് അവിടുത്തെ പയ്യന്മാരൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എബിയുടെ കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയമൊക്കെ ആയി. എനിക്ക് ഭയങ്കര വിശപ്പം. ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു, എനിക്ക് പറ്റത്തില്ലടി പരീക്ഷ എഴുതുക, എബിയുടെ ഭാഗത്തുനിന്ന് എബി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ പ്ലസ് വണ്ണിലോട്ട് കയറുന്നതിനും പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇതിനിടയ്ക്ക് നാട്ടിൽ വന്നപ്പോഴൊക്കെ എബി എന്നെ മൈൻഡ് ചെയ്യാതെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം തീർന്നു എന്ന് വിചാരിച്ച. അപ്പോൾ വീട്ടുകാരുടെ ട്രസ്റ്റും പോയി, എബിയും പോയി എന്നുള്ള ഒരു ചിന്തയായി. അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ടോട്ട് വന്ന +1 ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് അവിടെ തന്നെ സ്കൂളിൽ ചേർത്ത് അവിടെ നിന്നാണ് പഠിച്ചത്. അവിടെ നിന്നപ്പോഴേക്കും +1 കയറുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എബി ഇങ്ങനെ പറഞ്ഞ് എബീനെ വിളിക്കാൻ, എബി ഗൾഫിലോട്ട് പോകുന്നു, നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം ഇനി ഞാൻ മിണ്ടത്തില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്നാലും ഫസ്റ്റ് ടൈം ഒരു റെസ്പോണ്ട് അവിടെ നിന്ന് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ കോൾ എടുത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എബി പറഞ്ഞ് ഇങ്ങനെയാണ് എബിയുടെ ഒരു ഭയങ്കര വേണ്ടപ്പെട്ട എബിയുടെ ഒരു കസിൻ ഇങ്ങനെ ഒരു റിലേഷനിലായിരുന്നു. ആ റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ അവൻ സൂയിസൈഡ് ചെയ്ത്. അപ്പോൾ അതൊന്നും എബിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ റിലേഷൻഷിപ്പൊന്നും വേണ്ട, ഒരു റിലേഷൻഷിപ്പും വേണ്ട എന്നിങ്ങനെ എബിയുടെ അടുത്ത് പറഞ്ഞത്. അതാണ് എൻ്റെ അടുത്തുള്ള കോണ്ടാക്റ്റ് നിർത്തിയതെന്നാണ് എബി ഇപ്പോഴും പറയുന്നത്. ആർക്കറിയാം. അങ്ങനെ പിന്നെ വീണ്ടും സംസാരമൊക്കെ ആയി. +1 കയറി. ഓക്കെ, ഇടയ്ക്ക് കാണാനൊക്കെ വരും. പിന്നെ എബി ആ ടൈമിൽ ഗൾഫിൽ പോയെന്ന് തോന്നുന്നു. ഗൾഫിൽ പോയിട്ട് അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് +2 ഒക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ ഇടയ്ക്ക് എബിയുടെ കൂടെ കറങ്ങാം. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഞങ്ങൾ നെയ്യാർ ഡാമിൽ പോയിരിക്കും. ആരും അറിയത്തില്ല. ഇങ്ങനെ ഇടയ്ക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കും. നല്ല രസമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കും. ഞാൻ കൊണ്ടുപോകുന്ന ഫുഡ് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും. എന്നിട്ട് അപ്പോഴേക്കും എബിക്ക് ഗൾഫിലോട്ട് പോകേണ്ട ടൈമായി. എബി ഗൾഫിലോട്ട് പോയി. എബി ഓഗസ്റ്റിൽ ഗൾഫിൽ പോകുന്നു. ഒക്ടോബറിൽ എനിക്ക് ഇങ്ങോട്ടോട്ട് വരേണ്ട വിസയായി. അപ്പം ഞാൻ ഇങ്ങോട്ടോട്ട് വരുന്ന പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. എപ്പോഴും ആഴ്ചയിൽ 3 ദിവസം ഉടക്ക് തന്നെ ആയിരിക്കും. എന്തിനാണ് ഉടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് 2 പേർക്കും അറിയത്തില്ല. എന്തിനെങ്കിലുമൊക്കെ ഉടക്കും, പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ വീണ്ടും ഉടക്കും. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി. പിന്നെ
കല്യാണമൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഇവിടെ വന്ന് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് എബി ഇവിടെ വീണ്ടും വന്ന് പിന്നെ ഞങ്ങളുടെ ഹാപ്പി ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഭയങ്കര ഷോർട്ടാക്കിയാണ് പറഞ്ഞത്, കാരണം ഈ വീഡിയോ ഇപ്പോഴെങ്കിലും നിർത്തിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധത്തിൽ എനിക്ക് വേറെ ഒരു വീഡിയോയും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഷോർട്ടാക്കിയാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ പനിയൊക്കെ കഴിഞ്ഞ് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, തൊണ്ടയൊക്കെ വേദന എടുക്കുന്ന. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.